ദേവദൂതൻ എന്ന സിനിമയിലൊക്കെ ഈ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തപ്പോൾ വിനീത് കുമാർ എന്ന് പറഞ്ഞ ആക്ടർ പറയുന്നുണ്ടായി പട്ടികളെ വെച്ചെടുത്ത സീനിലൊക്കെ ഒരു പുള്ളിക്ക് പട്ടിയുടെ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു. 4 പട്ടീനെ വെച്ച് എടുത്തിട്ടുള്ള സീനാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഒരുപാട് പട്ടികളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? കടി അങ്ങനെ കിട്ടിയിട്ടില്ല. സന്ദീപിനൊരു ചെറിയൊരു പോറലിങ്ങനെ പട്ടിയുടെ, അതോടുകൂടി അവൻ ടെൻഷനായി ഇഞ്ചക്ഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കടിക്കുക അങ്ങനെ എന്താ പറയുക, എല്ലാ നായ്ക്കളും ഭയങ്കര നമ്മളുമായിട്ട് ഒരു ഒരു വേവ് ലെങ്ത് ഉണ്ടായിരുന്നു തോന്നുന്നു. എന്നെ എല്ലാം അങ്ങനെ ഭയങ്കര അഗ്രസീവ്നെസ് ഒന്ന്. ഞാൻ ഭയങ്കര പെറ്റ് ലവറാണ്. എനിക്ക് നായ്ക്കളുടെ അടുത്തെല്ലാം നായ്ക്കൾ എൻ്റെ അടുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണെന്നറിയില്ല, അതെല്ലാം പണ്ടേതോ നായായിട്ട് ജീവിച്ചതാണെന്ന് തോന്നുന്നു. വന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് വിളിച്ചാൽ തന്നെ അടുത്ത് വന്നിട്ട് അത് നമ്മളുമായിട്ട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഈവൻ എനിക്ക് പല ഇൻസിഡൻറ്റും ഉണ്ടായിരുന്നു. ഈ പടം തുടങ്ങിയ മുതൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നായ ഉണ്ടാവും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത്. അത് ഞാൻ പല ആൾക്കാർക്ക് ചേട്ടാ കണ്ടില്ലേ. അപ്പോൾ അതിനിങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നായ്ക്കളുണ്ടാവും. ഒരു നായെങ്കിലും അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാവും. എനിക്കറിയില്ല അതെങ്ങനെ കോയിൻസിഡൻസ്. ചില കാര്യങ്ങളൊന്നും അറിയില്ല, മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. മനസ്സിൽ നമ്മൾ ഇങ്ങനെ പെരുമാറാണെങ്കിൽ അത് അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല പഠിക്കാൻ. പക്ഷെ എന്തോ ഞാൻ പെറ്റ് ലവർ ആയതുകൊണ്ട് മീൻസ് എൻ്റെ വീട്ടിൽ കുറേ നായ്ക്കളെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു നായ, ലാസ്റ്റത്തെ നായ മരിച്ചു പോയി, രാജപാളയായിരുന്നു. നല്ല നായയാണ്. അപ്പോൾ അത് മരിച്ചതോടുകൂടി പിന്നെ വീട്ടിലെ ആൾക്കാർക്കെല്ലാം പേടി. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു 1 month അല്ല, ഒരു കൊല്ലത്തോളം എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹിയാണ്. ഈ നായ മാത്രമല്ല, ഇപ്പോൾ ഒരു എറുമ്പിനെ പോലും മൂപ്പര് എന്തെങ്കിലും ഒരു ചവിട്ടിപ്പൂറ്റ് എടുത്തിട്ട് അതിനെ ശുശ്രൂഷിച്ച് അതിനെ ജീവിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യാറുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മയുടെ മോനായതുകൊണ്ട് ഞങ്ങൾ മക്കൾ എല്ലാം വീട്ടിൽ കുറേ ഗിനിപ്പന്നി, ഇങ്ങനെ ആമ, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒന്ന് ആ ഒരു എന്തോ ഒരു കണക്ഷൻ എവിടെയല്ലോ അനുഭവപ്പെട്ടിട്ടുണ്ട്. നായ്ക്കൾ ഭയങ്കര അടുപ്പാണ് നമ്മളുമായിട്ട്. മാത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത, പ്രായമായിട്ടുള്ള ക്യാരക്ടർ ചെയ്ത ആളുടെ ആ പെർഫോമൻസ് അത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാ കാസ്റ്റിലും അടിപൊളിയായിരുന്നു. മാത്തിയുടെ ഇപ്പോൾ കുര്യച്ചനെ പോലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. അവരെ എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്? അതെ, ബിയോന മോമിനെ ആക്ച്വലി എനിക്ക് ഞങ്ങൾ ഇങ്ങനത്തെ ഇതേപോലെ തന്നെ ഈ നമ്മുടെ സൗരഭിനെ പോലെ തന്നെയുള്ള മെയിൻ ക്യാരക്ടർ, കുര്യച്ചനെ പോലെ മെയിൻ ക്യാരക്ടറാണ് ബിയാനോ മോമിൻ. അപ്പോൾ അതും വേറെ അതർ ലാംഗ്വേജ് ഒരു കാസ്റ്റിംഗ് ആണ്, മലേഷ്യൻ കാസ്റ്റിംഗ് വേണം എന്നുള്ളതാണ് ആദ്യത്തേത്. അപ്പോൾ മലേഷ്യൻ കാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് ഭയങ്കര കൂടുതൽ ബാരിയറായി മാറും. എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് അറിയില്ല. അപ്പം നമ്മൾ പല ആൾക്കാർക്കും ഇംഗ്ലീഷും വശമില്ലാത്ത ഇതുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ മലയാളത്തിലേക്ക് കുറച്ചും കൂടിയും ഒരു ഇന്ത്യയിലുള്ള തന്നെ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടിയും ലാംഗ്വേജ് കുറച്ച് പഠിക്കാനുള്ള എളുപ്പം എന്നുള്ള രീതിയിലാണ് നമ്മൾ മേഘാലയല്ല, നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ആർട്ടിസ്റ്റിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അവരെ ഫേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസ് ഫേസുള്ള ഒരു ആർട്ടിസ്റ്റിന് വേണം എന്നുള്ളൊരു. അപ്പോൾ നോക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ക്രിസ്റ്റോ ടോമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ, ഉള്ളൊഴുക്കിൻ്റെ ഡയറക്ടറാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ അയാളോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോട്ടോ തന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാനിത് തീരുമാനിച്ചായിരുന്നു, ഇത് നമ്മുടെ മ്ലാത്തിച്ചേർത്തിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു അവരുടെ ലുക്കെല്ലാം ഇല്ലേ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. ആ ഇൻറ്റൻസ് കണ്ടപ്പോൾ തന്നെ ഞാനിത് തീരുമാനിച്ച് നോക്കി, ഇത് നമ്മളെ മ്ലാത്തിയാണ്. ഇത് ബാഹുലിനെ കാണിച്ചാൽ ബാഹുൽ അപ്പം തന്നെ പറഞ്ഞു ഇത് കൊള്ളാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പക്ഷേങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ ഓഡീഷനായിട്ട് പോന്നു. അവിടെ നമ്മളെ അറിയുന്ന പ്രൊഡ്യൂസർക്ക് അറിയുന്ന കുറച്ച് ഒരു കേണൽ ഉണ്ടായിരുന്നു. കേണലിൻ്റെ സഹായത്തോടെ നമ്മൾ കുറേ ആൾക്കാരുടെ ഓഡീഷൻ വെച്ചു. പക്ഷേ ഓഡീഷൻ വെക്കുന്നതെല്ലാം എന്താ പ്രശ്നം, അവിടെ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല പല ആൾക്കാർക്ക്. ഇവിടെ നാഗാലാൻഡ് പീപ്പിളിന് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ വേറെയുള്ള നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലൊന്നും ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അവരുടെ റീജിയണൽ ലാംഗ്വേജ്, അവരുടെ ട്രൈബൽ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഓഡീഷൻ എടുത്തൊന്നും വർക്കൗട്ടായില്ല. ലാസ്റ്റ് നമ്മൾ ഇവരിലേക്ക് വന്നു. ഇവരെ ലാസ്റ്റ് ദിവസമായിരുന്നു ഇവർ വന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തു. ഇവർ ആക്ച്വലി ടോട്ടലി ഫ്രഷാണ്. ഇതുവരെയായിട്ട് ആകെ ആ ഷോർട്ട് ഫിലിമിൽ എന്തോ കാരണം കൊണ്ട് അഭിനയിച്ചതാണ്. ബാക്കി ഇവർക്ക് വേറെ ഒന്നും അറിയില്ല. ഇവരൊരു ടീച്ചറാണ്, ഹെഡ് മിസ്ട്രസ് ഇതെല്ലാം ആയിട്ട് ഒരു 2 സ്കൂളെല്ലാം ഉണ്ട്. അങ്ങനെ അവർ ബിസിനസ്സെല്ലാം ആയിട്ട് പോവുകയാണ്.
അപ്പോൾ ഇവരെ ചെറിയ സംഭവം ചെയ്തു, 2-3 ലുക്കും ഇതെല്ലാം കൊടുത്തപ്പം തന്നെ നമുക്ക് ഭയങ്കര അങ്ങ് കോൺഫിഡൻ്റ് ആയി. നമുക്ക് അഥവാ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റിലാണല്ലോ നമ്മൾ ഇതിൽ ക്യാരക്ടർ ചെയ്യുന്നത്. ചെറിയ ചെറിയ എക്സ്പ്രഷൻസും കാര്യങ്ങളാണ്. അപ്പോൾ ആ കണ്ണിൽ തന്നെ നമ്മൾ ഉണ്ടായിരുന്നു. കണ്ണാണ് അത് ഭയങ്കരമായിട്ട് നമ്മൾ അതെ അതെ പീക്കായുള്ള പല. അപ്പം തന്നെ നമ്മൾ ഓക്കെ ബാക്കിയുള്ളതിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് എല്ലാ രീതിയിലും അവർ നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിന് ട്രെയിനിങ് ചെയ്യിച്ച നമ്മുടെ അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ്സാണ്, അഞ്ജലി സദാശിവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കുറച്ച് 1 മാസം ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതോടുകൂടി